രാമായണ മാസം 1982 മുതൽ ആചരിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിൽ രാമായണത്തിനെ കാണുന്നത് രാമന്റെ കഥയായിട്ട് മാത്രമാണ്. അതിൽ ലക്ഷ്മണന്റെ കഥയുണ്ട്, സീതയുടെ കഥയുണ്ട്, ഊർമിളയുടെ കഥയുണ്ട്, ദശരഥന്റെ കഥയുണ്ട്, സുമിത്രയുടെയും കൗസല്യയുടെയും കൈകേയിയുടെയും കഥയുണ്ട്. അങ്ങനെ ഓരോ തലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 300-ലേറെ രാമായണത്തിൻ്റെ പല വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ സംഘാടകർ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 2 വശം പിന്നെ മറ്റൊരു വശത്തിൻ്റെ ചെറിയൊരു ഭാഗം അത്രേ പറയാനുള്ള സമയമുള്ളൂ നമ്മുടെ കയ്യിൽ. കാരണം രാമായണം പോലുള്ളൊരു മഹത് ഗ്രന്ഥത്തിനെ മനസ്സിലാക്കി അതിൽ നിന്ന് അതിൻ്റെ ഒരു തലം എടുക്കുക എന്ന് പറയുന്നത് ഒരു തരി പഞ്ചസാര നമ്മൾ കടപ്പുറത്ത് കളഞ്ഞു പോയാൽ തപ്പിയെടുക്കുന്നത് പോലെയാണ്. അത് അത്രയ്ക്ക് കഠിനമാണ്. അത്രത്തോളം ഗഹനമായ ചിന്തയാണ് അതിനകത്ത് പോയിട്ടുള്ളത്. വൈകാരികമായി രാമായണത്തെ നമ്മൾ കാണുമ്പോൾ, രാമായണത്തിൻ്റെ കഥ എല്ലാവരും പറയാറുണ്ട്. രാമായണം നമുക്കെല്ലാവർക്കും കഥയായിട്ടും രാമന്റെ ജീവചരിത്രമായിട്ടും അത് ബാലകാണ്ഡം മുതൽ ഉത്തരകാണ്ഡം വരെയുള്ള എല്ലാം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ തുടങ്ങുന്നത് മാ നിഷാദ എന്ന് തുടങ്ങുന്ന ആ വരിയിൽ തന്നെ രത്നാകരൻ എന്ന ആ ഒരു വഴിയിൽ ഋഷിമാരെ അവരുടെ കയ്യിലുള്ളതെല്ലാം മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച ആ സമയത്ത് മര എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട് അങ്ങനെ വാൽമീകിയായ ആ സമയത്ത് അദ്ദേഹം രചിച്ച ആദ്യ കാവ്യം രാമായണം തുടങ്ങുന്നത് ക്രൗഞ്ചപക്ഷികളുടെ ഒന്നിൻ്റെ വിലാപത്തിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെ വിരഹത്തിലോ വിഷമത്തിലോ ആണ്. അങ്ങനെ തുടങ്ങുന്നു വിഷമം രാമായണത്തിൽ. ക്രൗഞ്ചപക്ഷികളിൽ 2 ഒരെണ്ണത്തിനെ വേടൻ അമ്പെയ്ത് താഴെ വീഴ്ത്തുന്നു. അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിലാപത്തിൽ തുടങ്ങുന്ന കാവ്യം പിന്നെ കാണുന്ന ഓരോ സമയത്തും ദശരഥൻ ഒരു വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ ചെന്ന സമയത്ത് ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി എയ്ത അമ്പ ചെന്ന് വീണത് ഒരു താപസകുമാരന്റെ നെഞ്ചിലാണ്. ആ താപസകുമാരൻ ക്ഷമിച്ചു. അല്ലയോ രാജാവേ, താങ്കൾ അറിയാതെ ചെയ്തതാണല്ലോ, സാരമില്ല, അങ്ങ് ക്ഷമിച്ചു. പക്ഷെ എൻ്റെ അച്ഛനമ്മയ്ക്കും ഞാൻ വെള്ളം കൊണ്ടുപോവുകയായിരുന്നു, അത് എത്തിക്കണം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന സമയത്ത് നീ എൻ്റെ മകനല്ല, നീ ആര് എന്ന് ആ കണ്ണ് കാണാത്ത താപസൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ ദശരഥൻ രാജാവാണ്, നിങ്ങളുടെ മകനെ ഇങ്ങനെ അബദ്ധത്തിൽ അമ്പെയ്തു എന്ന് പറഞ്ഞ് സത്യം പറയുന്ന രാജാവ്. ഇപ്പൊ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തത്, കാരണം അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് സത്യം പറയുന്ന രാജാവ് വിഷമത്തോടെയാണ് ആ താപസനെ കണ്ടത്. കാരണം കണ്ണ് കാണാത്ത ആ അച്ഛനും അമ്മയും മകന് നഷ്ടപ്പെട്ട കഥ അത് രാമായണം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദശരഥന് കുട്ടികളില്ല. ആദ്യം കൗസല്യ വിവാഹം കഴിച്ചു, കുട്ടികളില്ല. പിന്നെയും കൈകേയിനെ വിവാഹം കഴിച്ചു, കുട്ടികളില്ല. സുമിത്രയെ വിവാഹം കഴിച്ചു, കുട്ടികളില്ല. ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ദശരഥനാണ് ഈ വിഷമം കാണുന്നത്. അതിനുശേഷം ദശരഥന് ശാപം കൊടുത്ത ശേഷം ഈ താപസനും ആ കണ്ണ് കാണാത്ത അമ്മയും അച്ഛനും, ആ താപസകുമാരന്റെ അമ്മയും അച്ഛനും ആ തീയിലേക്ക് തന്നെ എടുത്തു ചാടി ആത്മാഹൂതി നടത്തുന്ന സമയത്ത് നീ പുത്രശോകത്തിൽ നീ മരിക്കും എന്ന് പറഞ്ഞ് ശപിക്കുന്ന ആ സമയം ദശരഥന്റെ മനസ്സൊന്ന് പിടഞ്ഞു. തിരിച്ച് കൊട്ടാരത്തിൽ ചെന്ന ശേഷം വശിഷ്ഠനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ശാപം കിട്ടിയത്, അതിനാണോ നീ ദുഃഖിക്കുന്നത് എന്ന് പറഞ്ഞ് വശിഷ്ഠൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് കുട്ടികളില്ല, നീ പുത്രശോകത്തിൽ മരിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് പുത്രനുണ്ടാകും എന്നൊരു അനുഗ്രഹമല്ലേ എന്ന് ചിന്തിക്കാൻ പറഞ്ഞു. വിഷമത്തിലും നമുക്ക് നന്മ ചിന്തിക്കാനുള്ള പാഠം തരുന്നതാണ് രാമായണം. അവിടെയും വിഷമം തന്നെയാണ്. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും 4 പേരും ജനിച്ച് വളർന്ന്
പക്വമായ പ്രായമെത്തിയ സമയത്ത് രാജ്യാഭിഷേകം നടത്താൻ, യുവരാജാവിനെ രാജ്യാഭിഷേകം നടത്തി രാജാവാക്കാൻ തീരുമാനിച്ച ദശരഥൻ. അത് കേട്ട്, മന്ധരയുടെ വാക്കുകൾ കേട്ട് കൈകേയിയിൽ ഉണ്ടാകുന്ന വിഷമം, തൻ്റെ മകൻ രാജാവാവില്ല എന്ന വിഷമം. ആദ്യം മന്ധര പറയുന്ന 10 കാര്യങ്ങളിൽ എല്ലാത്തിനെയും എതിർത്ത് എൻ്റെ മകൻ രാമനാണ് രാജാവാകുന്നത് എന്ന് പറഞ്ഞ കൈകേയിയോട് അവസാനം 10ാമത്തെ ചോദ്യമായി കൈകേയി ചോദിക്കുന്നതോടുകൂടി, ഞാൻ രാജമാതാവല്ലാതെയാകും ദശരഥന് ശേഷം എനിക്ക് എന്താണ് സ്ഥാനം, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു പോയി. അപ്പോൾ വിഷമം എന്ന് പറയുന്നത് മന്ധരയുടെ രൂപത്തിൽ വരും എന്ന് തീർച്ച. അങ്ങനെ മന്ധരയുടെ രൂപത്തിൽ വന്ന ആ പഴയ വരം ഓർമ്മിപ്പിച്ച ദശരഥനിൽ നിന്നും ആ വരം വാങ്ങി ഭരതൻ രാജാവാകണം, രാമൻ കാട്ടിൽ പോകണം, മകനെ പിരിഞ്ഞു നിൽക്കുന്ന ദുഃഖം, അവിടെയും വിരഹം, ദുഃഖം. സീതയ്ക്ക് രാമൻ കാട്ടിൽ പോകുന്ന കൂടെ പോയി, ഊർമിളയുടെ വിരഹം കാരണം ഊർമിള മാറി നിന്നു. കാട്ടിൽ സീത കൂടെ വരുന്നു എന്ന് രാമന് ദുഃഖം, കാരണം അവിടെ വന്യജീവികളും ഒരു ദേശത്തിലെ രാജകുമാരി കാട്ടിൽ വസിക്കേണ്ടി വരുന്നു എന്ന് ഒരു ഭർത്താവിൻ്റെ ദുഃഖം. അതിനുശേഷം സീതാപഹരണം, അതിലൂടെ സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന ആ ഒരു ദുഃഖം, രാമനിൽ നിന്നും അകന്നു എന്ന സീതയുടെ ദുഃഖം. ഇങ്ങനെ ദുഃഖത്തിൻ്റെ ഇങ്ങനെ പടിപടിയായിട്ട് ഈ ആദികാവ്യം മുഴുവനും ദുഃഖം മാത്രം പറയുന്നു. പലതരത്തിലുള്ള ദുഃഖമാണ് പറയുന്നത്. അതിൽ മകൻ പോലും ചോദിക്കുന്നു. ലവനും കുശനും രാമഗാഥ പാടിയ ശേഷം, അയോധ്യയിൽ വന്ന് രാമഗാഥ പാടിയ ശേഷം ചോദിക്കുന്നുണ്ട്, ഈ ആളെയാണോ ഞങ്ങൾ രാമായണമായി പാടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട അച്ഛൻ്റെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മക്കൾ വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്, നീയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഞ്ചിൽ തറയ്ക്കുന്ന ചോദ്യമാണ്. അതുപോലും കേട്ട രാമന്റെ ദുഃഖം. സീതയെ കാട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം വാൽമീകിയുടെ ആശ്രമത്തിൽ അവിടെ വേണം കുഞ്ഞുങ്ങൾ ജനിക്കാൻ എന്ന തീരുമാനം സീത കാട്ടിൽ പോയ ശേഷം രാമൻ രാജ്യത്തിലെ സുഖസൗകര്യങ്ങൾ എല്ലാം മാറ്റിവെച്ച് തറയിൽ കിടന്ന് സീതയുടെ ആ വേർപിരിവ് അനുഭവിച്ചു എന്ന് രാമായണം പറയുന്നു. അവിടെയും ദുഃഖം. സീത ഭൂമാദേവിയിലേക്ക് അലിഞ്ഞു പോയ ശേഷവും അവിടെയും ദുഃഖം. ഈ കാവ്യം മുഴുവനും ദുഃഖം മാത്രം പറയുന്നൊരു കാവ്യമാണ്. പലതരത്തിലുള്ള പല സമയത്തുള്ള ദുഃഖം മാത്രം. ഭരതന് രാമൻ രാജാവായില്ല എന്ന ദുഃഖം, ദശരഥൻ മരിക്കുന്ന സമയത്ത് രാമൻ അടുത്തുണ്ടാവാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖം. അങ്ങനെ ദുഃഖത്തിന്റെ ഒരു പെരുമഴയായിട്ടാണ് രാമായണം നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആദികാവ്യം ദുഃഖത്തിനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറയുന്നത്? ചിന്തിക്കേണ്ട ഒരു വിഷയമായി ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ, എന്താണ് ധർമ്മം? 14,000 വർഷം വേണമെങ്കിലും ഞാൻ കാട്ടിലേക്ക് പോകാമെന്ന് പറയുന്ന ഒരു ഉത്തമ പുത്രൻ, ആ പുത്രനിൽ നിന്നും ഒരു അച്ഛൻ പിരിയുമ്പോൾ ആ ദുഃഖം തീർച്ചയായിട്ടും വലുതാണ്. പുരുഷോത്തമന് സീതയെ പിരിഞ്ഞിരിക്കാനുള്ള ദുഃഖം, അത് തീർച്ചയായിട്ടും ദുഃഖം തന്നെയാണ്. ഇതിന്റെ പുറകിലെ സത്യം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. രാമായണത്തിൽ ജീവിതമാണ് പഠിപ്പിക്കുന്നത്. ധർമ്മം എന്താണ്? ഒരു നല്ല മകൻ എങ്ങനെ ഇരിക്കണം, നല്ല ഭാര്യ എങ്ങനെ ഇരിക്കണം, ഭാര്യ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ക്ലേശങ്ങൾ അനുഭവിക്കും, അവിടെ ഭാര്യയെ അപഹരിച്ചു പോയാൽ നാട്ടുകാരെന്ത് പറയും, ഇതെല്ലാം മനസ്സിലാക്കുന്നത് ജീവിതം തന്നെയാണ്. ഇതെല്ലാം തന്നെയല്ലേ ഇപ്പോഴും നടക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും രാമായണത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് പറഞ്ഞു തീർന്ന കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇന്നും രാമായണം പ്രസക്തമാണ്. രാമന്റെ ശിഷ്യൻ തന്നെ പറയാം, ശിഷ്യനായ ഹനുമാനും ശ്രീകൃഷ്ണന്റെ ശിഷ്യനായ അർജുനനും ആരാണ് ശ്രേഷ്ഠൻ? അത് നമുക്ക് കാണാൻ സാധിക്കും. അർജുനന് 3ഓ 4ഓ ക്ഷേത്രം, ഹനുമാൻ എവിടെ ചെന്നാലും ക്ഷേത്രം. കാരണം ഗീതോപദേശ സമയത്ത് അർജുന വിഷാദ യോഗത്തിൽ തുടങ്ങി അർജുനൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗുരുവിനോട് ചോദ്യം ചോദിക്കുന്നു, ഇതാണോ, ഇങ്ങനെയാണോ, ഇതാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ശിഷ്യനായിട്ടിരുന്നിട്ടും ഗുരുവോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഹനുമാൻ ഒന്നും ചോദിച്ചില്ല. രാമൻ എന്ത് പറയുന്നു? അതുകൊണ്ട് ഹനുമാൻ എന്ന ശിഷ്യന് നമുക്ക് എല്ലാ സ്ഥലത്തും പൂജിക്കാം. തൻ്റെ മകൻ രാമനോടൊപ്പം ഉത്തമനായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാരുണ്ട്.
ഹനുമാനോളം നല്ല ശിഷ്യനായി വളരണമെന്ന് ആഗ്രഹിച്ചാലും നല്ലതാണ്. ഈ ദുഃഖത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് പല അർത്ഥങ്ങളും ധർമ്മങ്ങളും കർമ്മങ്ങളും തന്നെയാണ്. ഇതിനകത്തൊളിഞ്ഞിരിക്കുന്ന ഒരു സത്യം നമുക്ക് തുറന്നെടുക്കാം. ആത്മീയം എന്ന് പറഞ്ഞാൽ അത് സ്പിരിച്വാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു, ഇല്ലേ? അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനേക്കാളും ആത്മീയം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവം എപ്പോൾ ഇല്ലാതാകുന്നു അതാണ് ജ്ഞാനം. അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അല്ലാണ്ടാകുന്നു. എന്റേത്, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഒന്നുമില്ല, ഞാനേ ഇല്ല, എല്ലാം ഭഗവാന് എന്നുള്ള രീതിയിൽ. പ്രഹ്ലാദൻ അച്ഛനോട് ഉപദേശിച്ച നവതാഭക്തി നാരദൻ പറഞ്ഞതിൽ നിന്നും വയറ്റിലിരുന്ന് കേട്ട് അത് പഠിച്ച കാര്യം. നവതാഭക്തിയിൽ നമ്മൾ ശ്രവണം, മനനം, കീർത്തനം എന്ന ആദ്യത്തത് കേൾക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ആദ്യത്തെ 3 ഭക്തി. പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, പാദസേവ ചെയ്യുക. അതിൽ നമ്മൾ പാദസേവ ചെയ്യുന്നത് ഗുരുക്കന്മാർക്കും ഋഷിവര്യന്മാർക്കും എല്ലാം നമ്മൾ സേവ ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതും ഒരു ഭക്തിയാണ്. പൂജാർച്ചനകൾ ചെയ്യുന്നത് അതൊരു ഭക്തിയാണ്. സഖ്യഭക്തിയും ദാസ്യഭക്തിയുമുണ്ട്. ഭഗവാൻ എൻ്റെ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു ഭക്തി, ഞാൻ ഭഗവാന്റെ ദാസൻ എന്ന് പറയുന്നത് മറ്റൊരു ഭക്തി. അതിനോടൊപ്പം ആത്മസമർപ്പണം എന്നതാണ് നവതാഭക്തിയിൽ അവസാനമായി വരുന്നത്. ആ ആത്മസമർപ്പണത്തിലൂടെ നമുക്ക് ഭക്തിയുടെ ഏറ്റവും നല്ല രസം അറിയാൻ സാധിക്കും. ആത്മസമർപ്പണത്തിൽ നമുക്ക് ദുഃഖങ്ങളുണ്ടോ? ആത്മസമർപ്പണത്തിൽ ദുഃഖങ്ങളില്ല. അപ്പൊ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് രാമായണവും ആത്മസമർപ്പണമാണ് പൂർണ്ണമായും ദുഃഖത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്ന് പറയുമ്പോൾ രാമായണത്തിന്റെ അർത്ഥം പുതിയ തലത്തിലേക്ക് എത്തും. വൈകാരികമായി എപ്പോഴാണോ നമ്മുടെ ദുഃഖങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്തിട്ട് എൻ്റേതാണ് എന്ന് പറഞ്ഞ് ഞാൻ എന്ന ആ ഭാവം വിട്ട്, അപ്പൊ പിന്നെ ദുഃഖം തന്നെ ഇല്ലാതാവുന്ന ആ സ്ഥിതിയിലേക്ക് പോകാൻ ദുഃഖങ്ങളെ ചേർത്ത് പിടിക്കാൻ പഠിക്കുക, ദുഃഖങ്ങളെ മനസ്സിലാക്കുക. നമുക്ക് വരുന്ന ദുഃഖങ്ങൾ നമുക്കുള്ളതല്ല, നമ്മളെ പഠിപ്പിക്കാൻ വന്ന ഗുരുക്കന്മാരായി കാണുക. നമ്മുടെ ദുഃഖങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഒരു വിഷമവും ഇല്ലാതെ സന്തോഷം എന്ന ആ ഒരു വാക്കിലേക്ക് പോവാം. സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ചിന്ത വരാറുണ്ട്, എന്താണ് ഈ സന്തോഷം? അപ്പൊ ഈ സന്തോഷം എന്താണെന്നുള്ള ആ ഒരു ചിന്ത വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വേട്ടയാടപ്പെടുന്ന ഒരു കാര്യം 33 കോടി ദേവന്മാരുള്ള, അല്ലേ? എല്ലാവരും പറയാറില്ലേ, നമുക്ക് എത്ര 33 കോടി ദേവന്മാരില്ലേ? ആരെങ്കിലും ഒന്ന് അതിന്റെ ലിസ്റ്റ് ഒന്ന് തരാം. ഈ 33 കോടി ദേവന്മാരുടെ ലിസ്റ്റ്, അവരുടെ ഒരു അറ്റൻഡൻസ് പേപ്പർ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അറ്റൻഡൻസ് ലിസ്റ്റ് ഉണ്ടോ? അവരുടെ പേരുണ്ടോ? അവിടെയും മനസ്സിലാക്കാൻ നമ്മൾ ചെറിയൊരു തെറ്റ് പറ്റി. മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയും കൂടെ പറഞ്ഞു തരാം. അതിനു മുന്നേ ഈ 33 വരെ ഓക്കെ. ഈ കോടി എന്ന് വെച്ചാൽ എന്താണ്? കോടി എന്ന് വെച്ചാൽ ഒരു നമ്പറാണോ? അപ്പൊ ഓണത്തിനും വിഷുവിനും എടുക്കുന്ന എന്താണ്? കോടിയല്ലേ? പുതിയതെന്നാണ്. എന്നാൽ തരം, തെരുക്കോടി എന്ന് പറഞ്ഞാൽ ജംഗ്ഷനാണ്. അതിന് വേറൊരു മീനിങ് ഉണ്ട്. ആ അർത്ഥം തരം എന്നാണ്. 33 തരം ദേവസങ്കല്പം. 33 തരം ദേവസങ്കല്പം എന്ന് പറഞ്ഞാൽ, ദേവസങ്കല്പം എന്ന് പറഞ്ഞാൽ സന്തോഷം. നമ്മൾ പരമാത്മാവിനെ വിളിക്കുന്നത് സച്ചിദാനന്ദൻ എന്ന് വിളിക്കുന്നു. സത്ത് ചിത്ത് ആനന്ദം ചേരുമ്പോൾ സച്ചിദാനന്ദൻ. സത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് സത്ത്. നമ്മൾ ഒരാൾക്ക് നല്ലത് ചെയ്തു, അമ്മ നമുക്ക് സന്തോഷമുണ്ടായി, ആ സന്തോഷം തന്നെയാണ്. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സന്തോഷം. നമ്മൾ പാട്ട് പാടി, ഡാൻസ് കളിച്ചു, ഇതെല്ലാം വേറെ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ബാത്റൂമിൽ പാട്ട് പാടിയിട്ട് ഞാൻ വലിയ ഗായകനാണ്, ഗാനഗന്ധർവനാണെന്ന് വിചാരിക്കുന്നത് പുറത്ത് ആൾക്കാർ ചെവിയിൽ പഞ്ഞി വെച്ചിട്ട് പോകുന്നുണ്ടാവും, കുഴപ്പമില്ല, സാരില്ല. അവിടെ നമുക്ക് സന്തോഷം തന്നെ. ആനന്ദം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ, ധ്യാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണുക എന്ന്, ധ്യായേത് എന്ന് പറഞ്ഞാൽ കാണുക എന്ന് പറയുന്നത് പോലെ തന്നെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മൾ ലയിച്ചിരിക്കുന്ന, അതിലൂടെ ഉണ്ടാകുന്ന സന്തോഷം, അത് വലിയ സന്തോഷം. ഈ 3 സന്തോഷങ്ങൾ ചേരുമ്പോഴാണ് സച്ചിദാനന്ദനാവുന്നത്. അപ്പൊ 33 തരം സന്തോഷം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കുള്ള 5 ഇന്ദ്രിയങ്ങൾ, 5 എന്താണ് എലമെന്റ്സ് ഉണ്ട്, ഇല്ലേ? പഞ്ചഭൂതങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ.
ഇത് രണ്ടുമല്ലാതെ നമുക്കൊരു മനസ്സുണ്ട്, ഇതിലൊന്നും അകപ്പെടാത്ത ഒരു മനസ്സും കൂടിയുണ്ട്. അങ്ങനെ 11 അല്ലേ, 5 5 10 10 1 11. ഈ 11 സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ 11 കാര്യങ്ങളിലേക്ക് സന്തോഷം എന്ന് 3 തരം വർക്ക് ചെയ്യുമ്പോൾ 33 തരം സന്തോഷം. അതാണ് 33 കോടി ദേവസങ്കല്പം. അപ്പൊ ഇതിനെതിരായിട്ട് നിൽക്കുന്ന ആരാ? 66 കോടി അസുര സങ്കല്പം. എന്താണ് 66 കോടി? ഈ കോടി എന്ന് പറഞ്ഞാൽ ടൈപ്പ്. അസുരൻ എന്ന് പറഞ്ഞാൽ സുരൻ അല്ലാത്തത്, അല്ലെങ്കിൽ സന്തോഷമില്ലാത്തത്, അല്ലെങ്കിൽ സങ്കടം എന്ന് പറയാം. 66 തരം സങ്കടം. എന്തൊക്കെയാണ് 66 തരം സങ്കടം? അപ്പൊ 6 എണ്ണം വേണം. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം ഇൻറ്റു 11. അപ്പൊ 6 ഗുണം 11 66 തരം ദുഃഖം. ഈ 33 തരം സന്തോഷവും 66 തരം ദുഃഖവും എന്നും നമ്മുടെ ഈ കുരുക്ഷേത്രത്തിനകത്ത് യുദ്ധം നടക്കുന്നു. അതിലാര് ജയിക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കണം. സച്ചിദാനന്ദനെ നമ്മൾ കൂടെ നിർത്തിയാൽ സന്തോഷത്തിൽ കലാശിക്കും. കാമക്രോധ മോഹലോഭ മത മത്സരങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ സങ്കടത്തിലേക്ക് അവസരം. വളരെ സിമ്പിൾ. ഇത് ലൈഫിന്റെ ഒരു ലെസനാണ്. ഇത്രയേ ഉള്ളൂ. 33 കോടി ദേവന്മാരുടെ അറ്റൻഡൻസ് ലിസ്റ്റ് ഒന്നുമില്ല. ഇത് 33 തരം സന്തോഷത്തിനെ കുറിച്ച് അവർ പറഞ്ഞ ഒരു രീതിയാണ്. ഇനി നമ്മുടെ ഭാഷയുടെ ഒരു കാര്യം, ഇത് രാമായണവുമായിട്ട് ബന്ധമില്ലെങ്കിലും നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു എളുപ്പമുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഷയ്ക്ക് അർത്ഥതലങ്ങളുള്ള ഭാഷയാണ്. അപ്പൊ എന്താണ് ഈ അർത്ഥതലങ്ങൾ? അർത്ഥതലങ്ങൾ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഒരു വാക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും വാക്കുകൾ തെറ്റായി മനസ്സിലാക്കുന്നതാണ് നമുക്ക് പ്രശ്നമുണ്ടാകുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കുന്ന രീതിയും കൂടെ പറയാം. അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം, രൂഢമൂലം, ലക്ഷണാർത്ഥം, ഇങ്ങനെ പോവാ. പല തലങ്ങളുണ്ട്. അക്ഷരാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ട്. ഇതിനെ ചേർത്ത് വെച്ച് വായിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാകും. അക്ഷരങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് പറഞ്ഞാൽ ഈ പല്ല് പോയ അപ്പൂപ്പനെ പോലെ ഇരിക്കണം ഭാ ഇല്ലേ, വലിയ ഭാ. അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ഉടനെ എന്നെ നോക്കരുത്, ഞാൻ ആയിട്ടില്ല, ഞാൻ സീരിയലിൽ മാത്രമാണ് അപ്പൂപ്പൻ. പല്ല് പോയിട്ടില്ല, പോവും, താമസിയാതെ പോവും. ഇങ്ങനെ പോയാലേ പോവും. നാട്ടുകാരെ കൈവയ്ക്കും, അബീനെ തല്ലിയോടാന്ന് പറഞ്ഞിട്ട് അടിക്കില്ലേ. അപ്പൊ ഈ പല്ല് പോയ അപ്പൂപ്പനെ പോലെ ഇരിക്കുന്ന ഭാ, ഇത് വെളിച്ചം എന്നർത്ഥം. അതുകൊണ്ടാണ് സൂര്യന് ഭാസ്കരൻ എന്ന പേര്. ഭാ എന്ന് വെച്ചാൽ വെളിച്ചം. ആരാണോ വെളിച്ചം തരുന്നത് അവൻ ഭാസ്കരൻ. ഭയം എന്ന് പറഞ്ഞാൽ ഭ എന്ന് വെച്ചാൽ വെളിച്ചം, യമ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുക. ഭയം എന്ന് ചേർത്ത് വായിച്ചാൽ വെളിച്ചമില്ലാണ്ടാകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഭാവത്തിന്റെ പേര് ഭയം. അങ്ങനെ ഭ എന്ന് വെച്ചാൽ വെളിച്ചം, രാ എന്ന് വെച്ചാൽ ഇരുട്ട്. 3 യാമങ്ങളിലുള്ളത് കാരണം ത്രയം എന്ന വാക്കിന്റെ ഒരു രൂപം എടുത്തുകൊണ്ട് രാ, ത്രയം, രാത്രി എന്ന് പറഞ്ഞാൽ 3 യാമങ്ങളിൽ ഇരുട്ടുള്ള നേരത്തിന്റെ രാത്രി എന്ന് വിളിക്കുന്നു. രാമൻ എന്ന വാക്കിന്റെ അർത്ഥം രമ, ഇരുട്ട് ഇല്ലാതാക്കുക. ആരാണോ നമ്മുടെ മനസ്സിലെ ഇരുട്ട് ഇല്ലാതാക്കുന്നത് അവൻ രാമൻ. എന്ന് വെച്ചാൽ രാമായണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലെ ഇരുട്ട് നീക്കം ചെയ്യാൻ വേണ്ടി, നമ്മുടെ ദുഃഖങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി, ദുഃഖങ്ങളെ എങ്ങനെ ചേർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കും. പുരുഷോത്തമനായിട്ട് പോലും, വിഷ്ണുവിന്റെ അവതാരമായിട്ട് പോലും രാമൻ അനുഭവിച്ച കഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നുമില്ല. അപ്പൊ സർവം രാമന് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന വിഷ്ണു സഹസ്രനാമത്തിലെ ആ ഒരു വരി പാർവതി ദേവി ചോദിക്കുകയാണ്, എല്ലാവർക്കും ഒന്ന് സഹസ്രനാമം പറയാൻ പറ്റില്ല ഈശ്വര, എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഈശ്വരോ വാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതത്തുല്യം രാമനാമവരാനനെ. രാമ 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 എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്താണ് വാൽമീകി ആവാന്നല്ലേ? ഇല്ല, രാമ 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 എന്ന് പറഞ്ഞാൽ എന്റെ ഇരുട്ട് മാറ്റുക, ഇരുട്ട് മാറ്റുക, ഇരുട്ട് മാറ്റുക, ഇരുട്ട് മാറ്റുക. പ്രകൃതി മാറ്റിത്തരും, ഇരുട്ട് മാറ്റിത്തരും. നമ്മുടെ മനസ്സിലുള്ള ഇരുട്ട് മാറ്റിത്തരും, കണ്ണിലെ ഇരുട്ട് മാറ്റിത്തരും, ചിന്തകളിലെ ഇരുട്ട് മാറ്റിത്തരും. രാമായണത്തിലൂടെ നമുക്ക് ഇരുട്ട് മാറ്റുന്നത് രാമ അയനം എന്ന് പറഞ്ഞാൽ രാമ അയനം എന്നുള്ള 2 വാക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ കണ്ണിലെ ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പുസ്തകം രാമായണം. അപ്പൊ രാ എന്ന് വെച്ചാൽ ഇരുട്ട് എന്ന് മനസ്സിലായി. തമസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ, ചേർത്ത് വായിക്കാം. ഭ ര തമ ചേർത്ത് വായിച്ചാൽ ഭാരതം. അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന നാടാണ് ഭാരതം. ഭാരതീയനാകുന്നതിൽ അഭിമാനിക്കൂ. AD 7 AD 8 ഇന്ത്യയിൽ അവസാനമായി നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റീസ്, ലോകം മുഴുവനും വന്ന് പഠിക്കാൻ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റീസ് നമുക്ക് നഷ്ടമാകുന്നത് AD 7 അതിനുശേഷം നമുക്ക് അറിവ് പകരാൻ ഉള്ള ആ യൂണിവേഴ്സിറ്റീസിന്റെ എണ്ണം കുറഞ്ഞു അല്ലേ? നളന്ദയും തക്ഷശിലയും നശിച്ചത് അക്കാലത്താണ്. അപ്പൊ അങ്ങനെയുള്ള വെളിച്ചം പകരുന്ന, അറിവില്ലായ്മയുടെ ഇരുട്ട് നീക്കം ചെയ്യാൻ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഭാരതത്തിൽ ജനിച്ച ഭാരത മക്കളാണ് നമ്മൾ. അഭിമാനിക്കണം. ഇത് അക്ഷരാർത്ഥം. ഇനി ഭാവാർത്ഥമുണ്ട്. നമ്മൾ പാട്ട് പാടി ഡാൻസ് കളിച്ചു, എങ്ങനെയുണ്ട്? കൊള്ളാം, മീൻസ് ഓക്കെ.
അടുത്ത ആൾ പറഞ്ഞു, ആ കൊള്ളാം, പക്ഷെ നല്ലത്. വീട്ടിലുള്ളവരെന്ത് പറയും? കൊള്ളാലോ, മീൻസ് എക്സലന്റ് അല്ലേ? അപ്പൊ ഭാവം മാറുമ്പോൾ അർത്ഥം മാറും. അത് നമ്മുടെ ഭാഷയിലാണുള്ളത്. ഗുഡ് ഗുഡ് ഗുഡ്, അത് ഗുഡ് മാത്രമേ ഉള്ളൂ. അവർക്ക് ബെറ്ററും എക്സലന്റും ഒക്കെ ഉണ്ട്. നമുക്ക് വേറെ വാക്കുകളുണ്ട്, പക്ഷെ ഈ ഭാവം അനുസരിച്ച് ഒരു വാക്കിന്റെ അർത്ഥം മാറുന്നുണ്ട്. അപ്പൊ ഇത് ഭാവാർത്ഥം. ഇനി വ്യംഗ്യാർത്ഥമുണ്ട്. വ്യംഗ്യാർത്ഥം എന്ന് പറയുമ്പോൾ ഭാര്യയോട് ഭർത്താവ് പറയാണ്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇന്ന് പാർട്ടിക്ക് പോവുകയാണ്. അപ്പൊ ഭാര്യ പറയുന്നു, ആ ചേട്ടൻ ചെല്ല് എന്ന് വെച്ചാൽ പോയാൽ വിവരം അറിയുന്ന അർത്ഥം. ചെല്ലെന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം പോകരുതെന്ന് അർത്ഥം അല്ലേ? കുട്ടി വന്നിട്ട് പറയാ, നാളെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ബൈക്ക് ട്രിപ്പിന് പോകുന്നു. അപ്പൊ അച്ഛൻ പറയാ, നീ പോകും എന്നുവെച്ചാൽ പോവില്ല എന്നർത്ഥം അല്ലേ? അപ്പൊ വ്യംഗ്യാർത്ഥം, അങ്ങനെ അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം, രൂഢമൂലം, ലക്ഷണാർത്ഥം, ഇങ്ങനെ അർത്ഥങ്ങൾ പോകുന്ന നമ്മുടെ ഭാഷയിൽ എഴുതപ്പെട്ട രാമായണത്തിന് അർത്ഥങ്ങൾ എന്ത് തലത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത തലത്തിലേക്ക് പോകാം. ഇനിയും വേറെ വേറെ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇതാണ് മഹത്തരമായ ആദികാവ്യത്തിന്റെ ഭംഗി. കാരണം അവർ ഉപയോഗിച്ച ഭാഷ സംസ്കൃതം എന്ന് പറഞ്ഞാൽ കൾച്ചർ ഉള്ളത് എന്നർത്ഥം. സംസ്കരിക്കപ്പെട്ടത്, ആ സംസ്കാരത്തിന്റെ ഭാഗമായത്, അങ്ങനെ അതിന് വലിയ അർത്ഥമുണ്ട്. ഈവൻ നമ്മളിപ്പോ തത്വമസി എന്ന് പറയുന്നു, എല്ലാവരും നീയും ഞാനും ഒന്ന് എന്നൊരു അർത്ഥം മാത്രമേ എടുക്കുന്നുള്ളൂ. തത്വം അസി എന്ന് മൂന്നായിട്ട് പിരിച്ച് അതിനെ തത്വം അസി എന്ന് പറയുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, തത്വം അസി, ഞാനാണ് പൊരുൾ എന്ന് ഒരർത്ഥമില്ലേ? തത്വം അസി എന്ന് പറഞ്ഞാൽ ഞാനാണ് ആ പൊരുൾ. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അവനവനെ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞത്, നീ ആരെന്ന് മാത്രം ചോദിച്ചാൽ മതി. രമണ മഹർഷിയുടെ കവിതയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഐമ്പുലക്കൾവർ എനെ പിറരഴുക്ക് ഉണക്കിയതുമില്ലയോ അരുണാചല എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് എൻ്റെ 5 സെൻസസ് എന്നെ മോഷ്ടിച്ചുകൊണ്ട് കള്ളന്മാരെ പോലെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാണോ ദേവ എന്ന് ശിവനോട് ചോദിക്കാൻ ധൈര്യപ്പെട്ട കവികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിനേക്കാളും ധൈര്യമായിട്ട് വാൽമീകി രാമായണത്തിനകത്ത് ദുഃഖത്തിനെ ഇത്രത്തോളം ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനകത്ത് പറയുന്ന കഥ, ദുഃഖത്തിനെ എങ്ങനെ നേരിടണം, എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ചേർത്ത് പിടിക്കണം, അതിലൂടെ നമുക്ക് എങ്ങനെയാണ് വൈകാരികമായ മുന്നേറ്റം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ആത്മീയത ഉണ്ടാകുന്നത്. ഏറ്റവും മഹത്തരമായ ഒരു മകൻ അത് രാമൻ, ഒരു സഹോദരൻ അത് ഭരതൻ, ഒരു ഭാര്യ അത് സീത. ത്യാഗത്തിന്റെ ലക്ഷണം ഊർമിള, അഹങ്കാരത്തിന്റെ ദർപ്പത്തിന്റെ ലക്ഷണം രാവണൻ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നെല്ലാം പഠിക്കാൻ വേണ്ടി മാത്രം നമുക്ക് തന്ന ഒരു രാമായണത്തിനെ 1 മാസം മാത്രമല്ല, ഈ വർഷം മുഴുവനും വായിച്ചാലും 2 വർഷം വായിച്ചാലും 3 വർഷം വായിച്ചാലും പിന്നെയും പുതിയ അർത്ഥങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം അതുകൊണ്ടാണ് 300-ലേറെ രാമായണങ്ങൾ നമുക്കുള്ളത്. കമ്പരാമായണമുള്ളതും നമുക്ക് വാൽമീകി രാമായണമുള്ളതും നമുക്ക് തുളസീദാസന്റെ രാമായണമുള്ളതും. ഇത് തന്നെ ജപ്പാനിലും മലേഷ്യയിലും എല്ലാം വേറെ രാമായണങ്ങളാണ്. കഥയിൽ മാറ്റങ്ങൾ അവരവർ വരുത്തി, കുഴപ്പമില്ല. പക്ഷെ സാരം അറിഞ്ഞ് അതിന്റെ കാര്യം മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വേർഷൻ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്കൊരു വേർഷൻ വേണം എഴുതാൻ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് വൈകാരിക വശം മാത്രം. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോൾ എൻ്റെ ഫീൽഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിനെ എങ്ങനെ കാണണം, ഞാൻ ഭാരതത്തിന്റെ കണ്ണിലൂടെ കാണും. ഞാൻ അവതരിപ്പിച്ച ഒരു പ്രബന്ധത്തിനകത്ത് രാമായണമാണ് എൻ്റെ മാർഗദർശനം. എനിക്ക് വഴികാട്ടിയത് രാമായണമാണ്. കാരണം മറ്റൊന്നുമല്ല, രാമനെ കണ്ടാൽ രാമനും ഭരതനും ശത്രുഘ്നനും ദശരഥനും എല്ലാവരും മനുഷ്യരെ പോലെ അല്ലേ? അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ. സീത, ഊർമിള, കൈകേയി, കൗസല്യ, സുമിത്ര, ഇവരെല്ലാവരും സ്ത്രീകളെ പോലെ അല്ലേ? ഹനുമാൻ, ബാലി, സുഗ്രീവൻ എല്ലാവരും വാനരന്മാർ. നരൻ, അവരും മനുഷ്യരാണ് എന്നും ഒരർത്ഥമുണ്ട് അക്ഷരാർത്ഥത്തിൽ. അവരും മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അവർ കുരങ്ങാണെന്നല്ല അർത്ഥം, അവരും മനുഷ്യരാണ്. നരൻ എന്നും അർത്ഥം വരാം, അങ്ങനെയും ആകാം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി വരുമ്പോൾ സിമിലാരിറ്റി ഇല്ലാതെ വളരെ വ്യത്യസ്തരായ 4 കഥാപാത്രങ്ങൾ രാമായണത്തിൽ വരുന്നുണ്ട്. ആരൊക്കെയാണ്? രാവണൻ, വിഭീഷണൻ, കുംഭകർണൻ, ശൂർപ്പണഖ. ഈ 4 കുട്ടികൾ എന്ന് പറയാം, അല്ലെങ്കിൽ 4 ആൾക്കാർ എന്ന് പറയാം, സഹോദരി സഹോദരന്മാർ. ഇവർ 4 പേർ വളരെ വ്യത്യസ്തരാണ്. രാവണനെ പോലെ വേറെ ആരുമില്ല. രാമായണത്തിൽ ആർക്കെങ്കിലും 10 തലയുണ്ടോ?
ഇല്ല. എന്നാൽ രാവണന്റെ സഹോദരനാണ് വിഭീഷണൻ. ഒരു ഓണം ഡിസ്കൗണ്ട് കൊടുത്ത് 2 തലയെങ്കിലും കൊടുക്കായിരുന്നില്ലേ? ഇല്ലല്ലോ. ഉണ്ടോ? കുംഭകർണൻ എന്ന് പറഞ്ഞാൽ വയറ് ചാടി ചെവിയിൽ തൊടുന്ന അത്രയും വലിയ വയറ്. എന്താ രാവണൻ അങ്ങനെ വയറില്ലാത്ത? കുംഭകർണന് മാത്രം എന്താ അങ്ങനെ വയറ്? ഇവരെ പോലെ വേറെ ആരുമില്ല. അതാണ് എൻ്റെ തേടലിന് വഴി കാട്ടിയത്. ഇവർ 4 പേരാവണമെന്നില്ല. ഇത് മനസ്സിന്റെ 4 തലങ്ങളാണ്. രാവണൻ എന്ന് പറയുന്നത് മനസ്സിന്റെ ആദ്യത്തെ തലം ബോധ മനസ്സ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ്. ഈ കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ മനസ്സിലാക്കാം? രാവണനെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കൂ, രാമായണം വായിച്ചു നോക്കൂ. അതിൽ പറയുന്നുണ്ട്, രാവണൻ പാട്ട് പാടും, രുദ്രവീണ ഉണ്ടാക്കും, ശ്ലോകങ്ങൾ എഴുതും, ശിവഭക്തി ഉണ്ട്, ലങ്ക ഡിസൈൻ ചെയ്യും. മകൻ ഇന്ദ്രജിത്തിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്, മണ്ഡോദരിയെ ഒത്തിരി ഇഷ്ടമാണ്, സീതയെ തെറ്റായി തൊട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം മനസ്സിന്റെ ക്വാളിറ്റീസ് ആണ്. 1972 എന്നാണ് എൻ്റെ വിശ്വാസം. ഹോവർഡ് ഗാർഡ്നർ എന്നൊരു ഈ പാശ്ചാത്യ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം കണ്ടുപിടിച്ച ഇന്റലിജൻസസ് 10 ബുദ്ധികൾ, അതാണ് 10 തല. ഒരു ആർട്ടിസ്റ്റിന് വരയ്ക്കാൻ എളുപ്പം 9 തലയാണ്, നടുക്കൊന്ന് വെക്കാൻ 4 അപ്പുറത്ത്. ഇത് 10ാമത്തെ തല എവിടെ കൊണ്ട് വെക്കണം എന്ന് അറിയാതെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു ഘട്ടമുണ്ട് അല്ലേ? അപ്പൊ അവര് പറഞ്ഞത് തലയുടെ എണ്ണമല്ല, ഈ 10 ഇന്റലിജൻസ് ആണ്. ഇന്നും സയൻസിന് പറയാൻ കഴിയുന്നത് ഈ 10 ഇന്റലിജൻസ് കഴിഞ്ഞില്ല. എങ്ങനെയാണ് 5000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ആദികാവ്യത്തിൽ രാവണനെ വർണ്ണിക്കുമ്പോൾ 10 തല എന്ന് നിശ്ചയമായി വാൽമീകിക്ക് പറയാൻ സാധിച്ചു? അത് മനുഷ്യന്റെ ബോധ മനസ്സിന്റെ 10 ബുദ്ധികൾ മാത്രമാണ്. കാരണം നമുക്കിപ്പോ ലങ്ക എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് രാവണൻ എന്ന് ചോദിച്ചാൽ, ലോജിക്കൽ തിങ്കിങ്, വിഷ്വൽ ഇന്റലിജൻസ്, 2 ഇന്റലിജൻസ് അവിടെയായി. മ്യൂസിക്കൽ ഇന്റലിജൻസ്, പാട്ട് പാടും, കവിത എഴുതും, ലിംഗ്വിസ്റ്റിക് കേപ്പബിലിറ്റി, മ്യൂസിക്കൽ എബിലിറ്റി, 4 ഇന്റലിജൻസ് ആയി. അദ്ദേഹം ഭക്തനായിരുന്നു, ശിവഭക്തനായിരുന്നു. എത്തിക്കൽ ഇന്റലിജൻസ് 5ാമത്തതായി. എൻവയോൺമെന്റൽ, നേച്ചറിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. അശോകവനം നിർമ്മിച്ചത് അദ്ദേഹമാണ്. അപ്പൊ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ട്. ഇന്റർപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചിരുന്നു. സീതയെ സ്നേഹിച്ചിട്ടും രാമന്റെ ഭാര്യ ആയത് കാരണം അനുവാദമില്ലാതെ തൊട്ടില്ല എന്നുള്ളത് ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസസ്. അങ്ങനെ മാത്തമാറ്റിക്കൽ, ലോജിക്കൽ, അങ്ങനെ പലതരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 10 ഇന്റലിജൻസസ് മാത്രമാണ് രാവണൻ തല. അത് കോൺഷ്യസ് മൈൻഡിനെ സൂചിപ്പിക്കുന്നു. വിഭീഷണന് എക്സ്ട്രാ തലയില്ല. ഈ ഓണം ഡിസ്കൗണ്ട് എന്ന് പറയാൻ കാരണം എക്സ്ട്രാ തലയൊന്നുമില്ല, 1 തലയുള്ളൂ. വിഭീഷണൻ 1 തലയുള്ള വ്യക്തിയാണ്. പക്ഷെ എന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? യുദ്ധം ചെയ്യരുത്, അത് രാമനാണ്, നീ മരിച്ചു പോകും, നിന്റെ നഷ്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് അഡ്വൈസ് ചെയ്തു. നമ്മൾക്ക് ഈ വിഭീഷണൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും, എല്ലാ ദിവസവും കാണാൻ പറ്റും. മനസാക്ഷി കുത്തെന്ന് പറയും അല്ലേ? നമ്മുടെ മനസ്സിനകത്തെന്ന് പറയും ചെയ്യണ്ട, അത് വേണ്ട. അപ്പൊ നമ്മൾ വിട്ടറിയാലോ. രാവണൻ അവിടെ കയറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും. രാവണൻ രാജാവായത് അതുകൊണ്ടാണ്. കോൺഷ്യസ് മൈൻഡ് വളരെ പവർഫുൾ ആണ്. ഈ സബ് കോൺഷ്യസ് പറയുന്നത് കേൾക്കില്ല. രാമായണം പഠിപ്പിക്കുന്നത് അതാണ്. വിഭീഷണൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ രാവണൻ യുദ്ധം ചെയ്യില്ലായിരുന്നു, അവിടെ എല്ലാം ശരിയായി പോയേനെ. സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് രാമായണത്തിലൂടെ പഠിപ്പിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അസുരനായാലും വേർച്യൂസ് സ്റ്റോർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് അതിനകത്തുള്ള നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭീഷണൻ. 3ാമതായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുംഭകർണൻ, വലിയ വയറുള്ളവൻ, എന്തും എടുക്കാവുന്ന ഉപബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ്. ഈ അൺകോൺഷ്യസ് മൈൻഡ് കുംഭകർണൻ എപ്പോഴാണ് എണീക്കുന്നത്? കാല് വയ്യാതെ, നടക്കാൻ വയ്യാതെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് നടക്കുന്ന ആളുടെ പുറകെ ഒരു പട്ടീനെ അഴിച്ചു വിട്ടാൽ മതി. കുംഭകർണൻ അപ്പം എണീക്കും, ഏത് യുദ്ധവും നേരിടാൻ വേണ്ടിയിട്ടുള്ള സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകും അല്ലേ? അത് പവർ ഓഫ് ദി അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ സയൻസിന്റെ തിയറി വരുന്നത് കുംഭകർണനിലൂടെയാണ്. അത് പവർ ഓഫ് ദി അൺകോൺഷ്യസ്. ഈ അൺകോൺഷ്യസിലുള്ള പവർ നമ്മൾ ഹാർനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നമുക്ക് അമാനുഷ്യ ശക്തികൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കുംഭകർണൻ. അതാണ് വലിയ വയർ, എല്ലാം എടുക്കും, എല്ലാം സ്റ്റോർ ചെയ്യും. ഇതാണ് രാമായണത്തിലെ 3 കഥാപാത്രങ്ങളെങ്കിൽ ഇവർക്ക് സഹോദരി എന്തിനാണ്? കാരണം അത് മൈൻഡിന്റെ ഫാസറ്റ് അല്ല, പക്ഷെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ബന്ധമാണ്. ശൂർപ്പണഖയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവണനോടാണ്. മൈൻഡ് ബോഡി റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലൂടെയാണ്. അതായത് അസുഖങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരികയാണ്. മനസ്സ് നന്നായിരുന്നാൽ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീ,
മനസ്സിന്റെ സൗന്ദര്യം മാറുമ്പോൾ അസുഖം വരും, രാക്ഷസിയാവും അല്ലേ. രാക്ഷസ, കണ്ണ് കറുത്ത അല്ലെങ്കിൽ കാഴ്ചയിൽ കറുപ്പ് വരുന്ന ദുഷ്ചിന്തകളുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ രാക്ഷസൻ എന്നുള്ള ആ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് മാറുന്നത് ശൂർപ്പണഖയെ മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് മനഃശാസ്ത്രത്തിലെ ഏറ്റവും വലിയ 4 ചാപ്റ്റർ നമ്മളെല്ലാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു. 1982 തൊട്ട് രാമായണം പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. നമ്മുടെ മനസ്സിനകത്തുള്ള രാവണൻ എപ്പോൾ എണീക്കുന്നു, എപ്പോൾ കുംഭകർണൻ എണീക്കുന്നു, എപ്പോൾ വിഭീഷണൻ വരുന്നു, വിഭീഷണൻ പറയുന്നത് എപ്പോൾ രാവണൻ കേൾക്കാതിരിക്കുന്നു, ഇതെല്ലാം നമുക്ക് വഴികാട്ടികൾ തന്നെയാണ്. ഇവർ 4 പേരും ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള 4 മനസ്സിന്റെ ഭാഗങ്ങളായിട്ട് കാണണം. ഇത് ശാസ്ത്രീയ വശം. ഇനി ആത്മീയ വശം കൂടിയുണ്ട്. രാമൻ പരമാത്മാവാണ്, സീത ജീവാത്മാവാണ്. ജീവാത്മാവും പരമാത്മാവും ചേർന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷം നമ്മുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് രാവണൻ വന്ന് തട്ടിക്കൊണ്ടുപോകും. അതായത് കടയിൽ സാരിയിലെ ഡിസ്കൗണ്ട് കാണുമ്പോൾ ഭക്തി മറന്നു പോകുന്ന അവസ്ഥ അല്ലേ. സുഹൃത്തുക്കൾ വരുമ്പോൾ വിളക്ക് കൊളുത്താൻ മറന്നു പോകുന്ന ആണുങ്ങളുടെ അവസ്ഥ. പരമാത്മാവ് ജീവാത്മാവ് ചേർന്നിരിക്കുന്നു, ബോധമനസ് രാവണൻ വന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോഴെന്താണ്? അപ്പോഴും ഈ ജീവാത്മാവ്, അതായത് നമ്മുടെ മനസ്സ്, ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ രാമ രാമ, സീത വേറൊന്നും ചിന്തിച്ചില്ല, എൻ്റെ രാമൻ എന്നെ കൊണ്ടുപോകാൻ വരും എന്ന വിശ്വാസം, ഭഗവാനിൽ നമ്മൾ ഉറപ്പിക്കുന്ന ആ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വരും. ഭഗവാനാണ് നമ്മൾ നേരിട്ട് വന്ന് രക്ഷിക്കാൻ പോകുന്നത് എന്ന തീർച്ച അത് സീതയ്ക്കുണ്ടായതുപോലെ ഈ ജീവാത്മാവിനുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ പരമാത്മാവ് വന്ന് നമ്മളെ കൊണ്ടുപോകും, തീർച്ചയായിട്ടും കൊണ്ടുപോകും. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആത്മജ്ഞാനത്തിനുള്ള വഴിയും രാമായണം ഒരുക്കുന്നു. എങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കേണ്ടത് സീതയിൽ നിന്നാണ്. ഏത് കഠിനാവസ്ഥയിലും ഏത് പ്രശ്നത്തിലായാലും രാമൻ വരും, തീർച്ചയായിട്ടും വരും. എൻ്റെ രാമൻ വരും. അതേപോലെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. നമുക്കെല്ലാം വളരെ രസകരമായ ഒരു ചിന്താഗതിയാണുള്ളത്. ഒരു വയസ്സായ സ്ത്രീ എല്ലാ ദിവസവും അമ്പലത്തിൽ ചെന്നിട്ട് ആ വിഗ്രഹത്തിന് മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, എല്ലാം മതിയായി, എന്നെ അങ്ങ് കൊണ്ടുപോവാ, മതിയായിരിക്കണം, അങ്ങ് വന്നാ മതി, ഈശ്വരാ എന്നെ എടുക്കും. ഇത് എല്ലാ ദിവസവും കേട്ട് പൂജാരിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അടുത്ത ദിവസം പൂജാരി വിഗ്രഹത്തിന്റെ പുറകെ ചെന്ന് നിന്നിട്ട് ഈ മുത്തശ്ശി പറയാ, എനിക്ക് മതിയായി, എന്നെ എടുത്തോളാ. അപ്പോ പൂജാരി പുറകെന്ന് പറഞ്ഞു, ആ ശരി വരൂ, ഞാൻ വീട്ടില് നാരങ്ങാച്ചാർ ഇട്ടിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞു. പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ല. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അല്ലേ. നമ്മുടെ ഭക്തിയെല്ലാം അവിടെ അങ്ങ് അലിഞ്ഞു പോകുന്നു. പക്ഷേ സീതാദേവി അങ്ങനെ ആയിരുന്നില്ല. സീതാദേവിക്ക് ലങ്കയിലെത്തിയ സമയത്തും എന്ത് ആഡംബരം കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്കതും വേണ്ട, അയോധ്യയിലെ ആഡംബരവും വേണ്ട, രാവണന്റെ ആഡംബരം വേണ്ട, എനിക്ക് എൻ്റെ രാമൻ മതി, എൻ്റെ രാമൻ എവിടെയോ അവിടെയാണ് എൻ്റെ അയോധ്യ എന്ന് പറയുന്ന ആ ഒരു ഭാവം നമ്മുടെ മനസ്സിലേക്ക് ഭക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് ഭക്തി. അത് ആത്മീയ തലത്തിൽ രാമായണത്തിനെ കാണുന്നതാണ്. ഓരോ നിമിഷവും നമ്മൾ രാമായണത്തിനെ ചിന്തിക്കും തോറും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മഹത് ഗ്രന്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോകും എന്നുള്ളത് ഒരു വിഷമകരമായ കാര്യമാണ്. തിരിച്ച് നമ്മൾ അക്ഷരാർത്ഥം ഭാവാർത്ഥം പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഇതിൽ ഒരു ഘട്ടത്തിൽ ദശരഥനോട് കൈകേയി വരം ചോദിക്കുന്ന സമയത്ത് ദുഷ്ടേ രാക്ഷസി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതാണ് സംസ്കൃതത്തിൽ ഏറ്റവും വലിയ ചീത്ത അല്ലേ. സംസ്കൃതത്തിൽ ഇവിടെ ചീത്ത വിളിച്ച് കണ്ടിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ നാവിലേക്ക് എവിടെ നിന്ന് വന്നു ഇത്? നമ്മുടെ നാവിൽ ഇപ്പൊ എപ്പം നോക്കിയാലും നല്ലതൊന്നും വരുന്നില്ല. പണ്ട് കാലത്ത് ആൾക്കാർ പറഞ്ഞത് നല്ല മഴ, നല്ല വെയിൽ, നല്ല തലവേദന, നല്ല വയറ്റുവേദന എല്ലാം നല്ലതായിരുന്നു. അന്ന് എല്ലാം നല്ലതായിരുന്നു. ഇന്നോ ഒടുക്കത്തെ കാറ്റ്, മുടിഞ്ഞ മഴ, പണ്ടാറടങ്ങിയ വെയിലല്ലേ. ഇതല്ലേ നമ്മൾ പറയണേ. എന്തെങ്കിലും നന്നായിരിക്കുകയാണെങ്കിൽ അടി പൊളിഞ്ഞാൽ പിന്നെ എങ്ങനെ നടക്കാൻ പോലും പറ്റില്ല അല്ലേ. നമ്മൾ ചിന്തിക്കാതെ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര മോശമാണെന്ന് ചിന്തിച്ചു. പണ്ടാരം അടങ്ങുക എന്ന് പറയുന്ന ആ ഒരു വാക്കിന്, പണ്ടാരം എന്ന് പറഞ്ഞാൽ പൂജ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം അടങ്ങുക എന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചിരിക്കണം. മരണത്തിനെയാണ് നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയുന്നത്.
എത്ര മോശമാണ്. നമ്മൾ ഒരിക്കലും ഈ രാമായണം ജനിച്ച നാട്ടിൽ ജനിച്ച ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ട ഭാഷയല്ല. അവിടെ രാക്ഷസി എന്ന് പറഞ്ഞാൽ കണ്ണിൽ കറുപ്പുള്ളവൾ, ചിന്തയിൽ കാഴ്ചയിൽ കറുപ്പുള്ളവൾ, അത്രയും. ദുഷ്ടേ, നീ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ തൻ്റെ മകനെ രാജാവാക്കണം എന്ന് കൈകേയി എന്ന് പറഞ്ഞപ്പോൾ ദശരഥൻ പറഞ്ഞ വാക്കുകളാണ്, അത്രേ പറയുന്നത്. പക്ഷെ നമുക്ക് മരണം വരെ തമാശയായി തുടങ്ങി. അതിലൂടെ നമ്മൾ മനസ്സിലാക്കണം, രാമായണത്തിൽ ആരെങ്കിലും പറയുന്ന ഒരു കാര്യമാണോ നമ്മൾ ചെയ്യുന്നത്? ദശരഥന് വേണമെങ്കിൽ ഓക്കെ ഡൂഡ് പോയിട്ട് വാ എന്ന് വേണമെങ്കിൽ രാമനോട് പറയാറുണ്ട്. പക്ഷെ തൻ്റെ മകൻ തന്നെ വിട്ടുപോകുന്നു എന്നുള്ള അച്ഛൻ്റെ ദുഃഖം, ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ അച്ഛൻ പറഞ്ഞാൽ 14,000 വർഷം കാട്ടിൽ പോകാമെന്ന് പറഞ്ഞ ആ രാമന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. ഏത് മക്കൾ പറയും? കടയിൽ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ ഒരു മകനാവണം, എങ്ങനെ ഒരു അച്ഛനാവണം എന്ന വൈകാരിക തലം പഠിപ്പിക്കുമ്പോൾ, എങ്ങനെ ദുഃഖത്തിനെ നമ്മൾ സ്വീകരിക്കണമെന്ന് രാമായണം പഠിപ്പിക്കുമ്പോൾ, ശാസ്ത്രീയമായ വശം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മനസ്സെങ്ങനെയാണ്, അതിൽ ബോധമനസ്സും ഉപബോധ മനസ്സും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അസുഖങ്ങൾ വരുന്നത്, ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു ആദികാവ്യം 5000-ലേറെ വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട, വാൽമീകിയാൽ രചിക്കപ്പെട്ട, ദുഃഖത്തിൽ തുടങ്ങുന്ന മാനിഷാദ എന്ന ക്രൗഞ്ചപക്ഷിയുടെ മരണത്തിലൂടെ ദുഃഖത്തിൽ തുടങ്ങുന്ന രാമായണത്തിന്റെ ഏറ്റവും വലിയ ഭംഗി അത് ആത്മജ്ഞാനത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ്. അത് ശാസ്ത്രത്തിലേക്കുള്ള വഴിയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പല തലങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോ ഭഗവതിയുടെ മുന്നിൽ ലളിതാ സഹസ്രനാമം ജപിക്കാനിരുന്നപ്പോൾ തിരുമേനി പറയണ്ടേ, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി. നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് ഭഗവതിയോട് പെർമിഷൻ ചോദിച്ച് ഒന്ന് വേഗത്തിൽ ഞാൻ പറയാം എന്ന് പറയുമ്പോഴും മനസ്സിനകത്ത് ഓരോ പേരിൻ്റെയും ഒരർത്ഥമെങ്കിലും എനിക്ക് കാണാൻ. ആരെങ്കിലും ഇവിടെ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? ഭഗവതിയെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? അതെന്താ കാണാത്തെ? കാണാലോ. എന്തിനാണ്? നമുക്ക് കാണാൻ വഴി. അതാണ് നമുക്ക് എല്ലാ മന്ത്രങ്ങളിലും കൃതികളിലും എല്ലാം ദൈവത്തിനെ കാണാനുള്ള വഴി ഒരുക്കി തന്നിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ കാണാത്തെ? ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ധ്യാന ശ്ലോകം. ധ്യായേ എന്ന് പറഞ്ഞാൽ കാണുന്നു. അപ്പൊ ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭഗവതിയെ, എൻ്റെ ഭഗവാനെ, ആ ധ്യാന ശ്ലോകത്തിൽ ഏത് ദേവനെയാണോ പറയുന്നത് ആ ദേവനെ ഞാൻ കാണുന്നു. അതെങ്ങനെയാ കാണുന്നത്? അതിൻ്റെ അക്ഷരാർത്ഥം, ഭാവാർത്ഥം, വ്യംഗ്യാർത്ഥം എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥത്തിന്റെ തലങ്ങളിലുള്ള ഒരർത്ഥമെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവതിയെ കാണാൻ സാധിക്കും. ലളിതാ സഹസ്രനാമത്തിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. അരുണാം കരുണാം തരംഗിതാക്ഷീം എന്നുള്ള ആ ഒരു വരി മാത്രം എടുക്കാം. അരുണാം എന്ന് പറഞ്ഞാൽ ചുവന്നിരിക്കുക, കരുണ എന്ന് പറഞ്ഞാൽ ദയ. അരുണാം കരുണാം തരംഗിതാക്ഷീം, കണ്ണുകൾ കരുണ കൊണ്ട് ചുവന്ന് കണ്ണിൽ കണ്ണീര് പുറത്തേക്ക് ഒഴുകാതെ അലയടിച്ച് കണ്ണിൽ തന്നെ നിൽക്കുന്നു. ആ കണ്ണുകൾ നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോ ആ ഭഗവതിയുടെ കണ്ണുകൾ കാണുന്നില്ലേ? അരുണാം കരുണാം തരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം, കയ്യിൽ പുഷ്പബാണങ്ങൾ കയ്യിൽ നിൽക്കുന്നു. ഇങ്ങനെ വർണ്ണിച്ച് 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 ഭഗവതിയെ കാണിച്ചു തന്നിട്ടേ പോകുള്ളൂ എന്നാണ് ഹയഗ്രീവൻ അഗസ്ത്യനും വാശി പിടിക്കുന്നത്. അത്ര വർണ്ണനയാണ്. നവചമ്പക പുഷ്പാവനാസാദണ്ഡ വിരാജിത, മൂക്കിലിട്ടിരിക്കുന്ന മൂക്കുത്തി 9 വൈരക്കല്ലുകളാണ്. അതിന്റെ പ്രഭ കാണുമ്പോൾ നക്ഷത്രങ്ങൾ നാണിച്ചു. താരാകാന്തി തിരസ്കാരിനാസാഭരണവാസുര, എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നക്ഷത്രത്തിന് അതിന്റെ തിളക്കം നക്ഷത്രങ്ങൾ നാണിച്ചു പോകും, അവരെ തിരസ്കരിച്ചു പോകുന്ന അത്രത്തോളം ഭംഗിയുള്ള മൂക്കുത്തി അണിഞ്ഞ് കർപ്പൂരം കത്തുന്ന പോലെ അത്ര ഭംഗിയായിട്ട് ഇങ്ങനെ ചുവന്ന ആ ചുണ്ടുകൾ ചിരിക്കുന്നു. ഭഗവതി കാണാൻ സാധിക്കും. നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിലൂടെ ഭഗവതി കാണാൻ സാധിക്കും. വിഷ്ണു സഹസ്രനാമത്തിലൂടെ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. രാമായണത്തിലൂടെ രാമനെയും ലക്ഷ്മണനെയും സീതയും നമ്മൾ ചേർന്ന് കാണുമ്പോൾ ഹനുമാൻ കൂടെ നമ്മൾ കാണുന്നു, ജാമ്പവാനെ കാണുന്നു, നമ്മൾ ദശരഥനെ കാണുന്നു, നമ്മൾ രാവണനെ കാണുന്നു, കൗസല്യയും കൈകേയിയും സുമിത്രയും കാണുന്നു, ഖരദൂഷണന്മാരെ കാണുന്നു, തൃശരസിനെ കാണുന്നു, എല്ലാരെയും കാണുന്നു. അത് എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഭഗവാനെ കണ്ടറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പൊ ലളിതാ സഹസ്രനാമത്തിലൂടെയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിലൂടെയോ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നു. രാമനെ നമ്മൾ മനസ്സിലാക്കുന്നതോടെ ജീവിതം എന്താണെന്ന് പഠിക്കുന്നു.
നല്ല മകൻ, നല്ല രാജാവ്, നല്ല ഭർത്താവ്, നല്ല സഹോദരൻ, നല്ല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് ദുഃഖത്തിലൂടെയാണെങ്കിലും ആ ദുഃഖത്തിനെ നമ്മൾ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാമായണം ദുഃഖമാണെന്ന് നിങ്ങൾ ഇതിനു മുന്നേ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. നല്ല കാര്യം. അങ്ങനെ ചിന്തിച്ചാലും ആ ദുഃഖവും എൻ്റെ ആദികാവ്യമാണ് എന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ജീവിതത്തിന്റെ വഴി തുറക്കുന്നു, നമുക്ക് ജ്ഞാനത്തിലേക്കുള്ള വഴി തുറക്കുന്നു, ശാസ്ത്രത്തിലേക്കുള്ള വഴി തുറക്കുന്നു, എല്ലാം തുറന്നു തരുന്നു. അതാണ് നമ്മുടെ ആദികാവ്യത്തിന്റെ ഒരു ശക്തി. നമ്മൾ ഓരോ ഗ്രന്ഥത്തിലൂടെയും നമ്മൾ അല്പനേരം സഞ്ചരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ലളിതാ സഹസ്രനാമത്തിലൂടെ അല്പനേരം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിലൂടെ അല്പനേരം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ, അവിടെ പാർവതി ദേവിക്ക് എന്തൊരു ദയയാണ്. എല്ലാവർക്കും വിഷ്ണു സഹസ്രനാമം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ എന്ന് അപ്പോൾ തന്നെ മഹേശ്വരൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനേക്കാളും വേറെ എന്താ വേണ്ടേ? നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം അറിയില്ലേ? സാരല്ല, രാമ 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 എന്ന് പറയാമോ? പണ്ട് കാലത്ത് വിളക്ക് കൊളുത്തിയിട്ട് വൈകുന്നേരം രാമനാമം ജപിക്കുമായിരുന്നു, നാമജപം ഉണ്ടായിരുന്നു. ഇന്ന് ഏത് വീട്ടിലാണുള്ളത്? സ്വിച്ച് ഓൺ ചെയ്യുന്നത് എന്നെ പോലത്തെ ആൾക്കാരുടെ സീരിയൽ കാണാൻ. എന്താ പറയുക അല്ലേ? രാമനാമം പറയാൻ ഒരു 10 മിനിറ്റ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. സീരിയൽ എവിടെയും പോകുന്നില്ല. അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ സാധിക്കും. ഇന്ന് തിരുമേനി എന്നോട് പറഞ്ഞ അതാണ്, വേഗത കൂട്ടുന്നതിന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, വേഗത കുറയ്ക്കുക വേണം. ശരിയാണ്. പക്ഷെ എല്ലാ ഭക്തന്മാരും പറയുന്ന അതേപോലെ എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കുമെന്ന ധൈര്യം, ആ കണ്ണിൽ കരുണ വന്ന് കണ്ണീര് ഒഴുകാതെ കണ്ണിൽ കാത്തു സൂക്ഷിച്ച് അലയടിച്ച് നിൽക്കുന്ന എൻ്റെ അമ്മ തീർച്ചയായിട്ടും എന്നെ മനസ്സിലാക്കും. അത് അഹങ്കാരമല്ല, അത് സ്നേഹമാണ്. ഞാൻ തെറ്റു പറഞ്ഞാലും എൻ്റെ ഭഗവാൻ എന്നോട് ക്ഷമിക്കും. ധൈര്യമായിട്ട് പറയും, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പണ്ട് പൂന്താനത്തിന്റെ ഒരു വാക്കാണ് ഇന്ന് നമുക്ക് ഗുരുവായൂർ കാണാൻ സാധിക്കും. പത്മനാഭ അമരപ്രഭു എന്ന് പറയുന്നതിന് പകരം പത്മനാഭ മരപ്രഭു എന്ന് പറഞ്ഞു. നീ പറഞ്ഞത് തെറ്റാണ് എന്ന മേൽപ്പത്തോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ പൂന്താനത്തിന് വിഷമമുണ്ടായപ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞു, എൻ്റെ ഭക്തൻ എന്നെ എങ്ങനെ വിളിക്കുന്നു അതാണ് ഞാൻ. പത്മനാഭ മരപ്രഭു എങ്കിൽ മരപ്രഭു. എവിടെയുണ്ടാവും ഇത്രയും കരുണം? ഏത് അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്തത് ഈ ഭഗവാനുണ്ട്. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ട് മുന്നേ വന്ന് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും കയ്യിലിരിക്കുന്ന ആയുധം എടുത്ത് വീശിക്കഴിഞ്ഞാൽ നമ്മൾ വിവരം അറിയും അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ ചെയ്ത തെറ്റുകൾ ആത്മബോധത്തിലൂടെ, ആത്മജ്ഞാനത്തിലൂടെ നമ്മൾ അറിഞ്ഞ് ഞാൻ കറയില്ലാതെയായി, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന ആ നിമിഷം ആ കറയില്ലാണ്ടായി. അത് ഭഗവാനോട് പറയാനുള്ള ധൈര്യം വേണം. അതാണ് ദശരഥൻ പഠിപ്പിക്കുന്നത്. നമ്മളാണെങ്കിൽ അമ്പെയ്തു, നെഞ്ചിൽ കൊണ്ടു, ആ സ്പോട്ടിൽ അവിടെ നിന്ന് പോയി അല്ലേ? ഹിറ്റ് ആൻഡ് റൺ കേസായി. പിന്നെ വക്കീൽ ഞാൻ ഫോട്ടോ എടുത്ത് തരേണ്ടി വരും അല്ലേ? അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. കാരണം ദശരഥൻ രാജാവായിട്ട് പോലും, അറിയാതെ ചെയ്തിട്ട് പോലും ആ മകൻ പറഞ്ഞ മരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ ആ ഒരു ആഗ്രഹം, രാജാവായിട്ട് പോലും ആ കുടം എടുത്തു കൊണ്ടുപോയി കണ്ണ് കാണാത്ത അവരുടെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു, അറിയാതെ അമ്പെയ്തത് നിങ്ങളുടെ മകന്റെ നെഞ്ചത്താണ് തറച്ചത്. എന്നിട്ടും ശാപം കൊടുത്തു അല്ലേ? അതും ആ രാജൻ സ്വീകരിച്ചു. തെറ്റ് ചെയ്താൽ അതിനുള്ള ഫലം സ്വീകരിക്കാനാവണം. അതാണ് ഒരു നല്ല മനുഷ്യന്റെ ലക്ഷണം. നല്ല മനുഷ്യന്റെ ലക്ഷണം തെറ്റ് സ്വീകരിക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഫലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. മണ്ഡലമിശ്രൻ പണ്ട് ഗുരുവിൻ്റെ ശാസന വളരെയധികം മോശമായിട്ട് പറയുന്നു. ഗുരു ഇങ്ങനെ വഴക്ക് പറയുകയാണ് മണ്ഡലമിശ്രനെ, നീ പറഞ്ഞാൽ ശരിയായില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞാൽ. നമ്മൾ പല ടീച്ചേഴ്സും സ്കൂളിൽ പഠിപ്പിക്കുന്ന ആരെങ്കിലും കല്ലെറിയരുത്. ചില ടീച്ചേഴ്സൊക്കെ ചീത്ത വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടെന്നൊക്കെ തോന്നിപ്പോകൂലേ? പക്ഷെ അത് എന്തുകൊണ്ടാണ്? ഞാൻ പഠിച്ച സ്കൂളിൽ ചെന്ന് എൻ്റെ ഗുരുനാഥന്മാരെ കണ്ട് അവരോട് നന്ദി പറയുകയും അവരോടൊപ്പം സമയം ചെലവഴിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ഞാൻ പോവാറുണ്ട്. ഇന്നും എൻ്റെ ഇപ്പോൾ സുരേഷ് കുമാർ സാർ എനിക്ക് അത്രയ്ക്ക് പ്രിയങ്കരനായ ഒരു സാറാണ്. സാർ എന്നെ വിളിച്ചിട്ട് ആ കൃഷ്ണ നാളെ ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ എന്താ ഏതെന്നുള്ള ചോദ്യമൊന്നുമില്ല, അവിടെ ഞാൻ ഹനുമാനാവും. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ്, ഞാൻ പോയിരിക്കും. യെസ് സർ, പോയിരിക്കും. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നന്മ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥമുണ്ടാവുന്നത്.
അപ്പൊ അവിടെ തുറന്നു പറച്ചിലുകളും സത്യസന്ധതയും അതെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നതാണ് രാമായണം. എന്താണ് മനസ്സിന്റെ രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നതാണ് രാമായണം. ഉമ്മ ഇരുട്ടില്ലാതാക്കുക എന്നത് മാത്രമാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ കണ്ണിലുള്ള, എൻ്റെ കണ്ണിലുള്ള, എല്ലാ മനുഷ്യരുടെയും കണ്ണിലുള്ള ആ ഇരുട്ടിനെ നീക്കം ചെയ്യുക എന്ന് മാത്രമാണ് രാമായണത്തിൻ്റെ ലക്ഷ്യം. ഇത്രയും മഹത്തരമായ, ഇത്രയും ശാസ്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, ഇത്രയും വിജ്ഞാനം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള, ഇത്രയും പ്രജ്ഞാനം ഒളിപ്പിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഞാൻ എന്ന ആ ഒരു എൻറ്റിറ്റീനെ ഇല്ലാതാക്കാൻ, അത് പറയുമ്പോഴാണ് മറ്റൊരു മഹത് വ്യക്തിയുടെ കാര്യം. ആചാര്യൻ മാധവാചാര്യൻ്റെ അടുത്ത് നാരായണ മന്ത്രം പഠിക്കാൻ പോയി. മധുരയിൽ നിന്ന് തിരുക്കോഷ്ടിയൂർ വരെ യാത്ര ചെയ്തു പോകണം. നടന്ന് ചെന്ന് അവിടെ മാധവാചാര്യൻ്റെ വീടിൻ്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ രാമാനുജൻ, ഞാൻ നാരായണ മന്ത്രം പഠിക്കാൻ വന്നതാണ്. സകല വേദങ്ങളും പഠിച്ചു, ഞാൻ നാരായണ മന്ത്രം പഠിക്കാൻ വന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മാധവാചാര്യൻ പറഞ്ഞു, ഞാൻ ചത്തിട്ട് വാങ്ങും. ഇത് കേട്ട് രാമാനുജാചാര്യൻ തിരിച്ചുപോയി. കുറേ ദിവസം കഴിഞ്ഞ് പിന്നെയും വന്നു. പിന്നെയും ഇത് തന്നെ, ഞാൻ ചത്തിട്ട് വന്നാൽ മതി. ഇങ്ങനെ 17 തവണ. എന്തോ ഈ ഗുരുനാഥൻ ചത്തോന്നും നോക്കാൻ വന്നതല്ല, നാരായണ മന്ത്രം പഠിക്കണം എന്നുള്ള വാശിയാണ്. 17ാമത്തെ തവണ വരുന്ന സമയത്ത് മാധവാചാര്യന്റെ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി. ഞാൻ എന്ന ഭാവം നശിപ്പിച്ചിട്ട് വാ, ഞാൻ ചത്തിട്ട് വാ. ഞാൻ എന്ന അഹങ്കാരം പറച്ചിൽ എന്ന് നിൽക്കുന്നു, അന്നേ നിനക്ക് നാരായണ മന്ത്രം പറഞ്ഞു തരുള്ളൂ എന്ന ആ ഗുരുവിന്റെ ആ ഒരു ധാർഷ്ട്യം, ആ ഒരു നന്മ, ധാർഷ്ട്യം നിറഞ്ഞ നന്മ. രാമാനുജാചാര്യൻ വന്നിട്ട് പറഞ്ഞു, അടിയൻ രാമാനുജൻ നാരായണ മന്ത്രം പഠിക്കാൻ വന്നതാണ്. അപ്പോൾ തന്നെ മാധവാചാര്യൻ പറഞ്ഞു, ഇതിന് നിബന്ധനകളുണ്ട്. നാരായണ മന്ത്രം നീ പഠിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗമാണ് നിനക്ക് ലക്ഷ്യം, നിനക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവും. പക്ഷെ അർഹതയില്ലാത്തവനെ ഒരാൾക്ക് നീ പഠിപ്പിച്ചാൽ നീ നരകത്തിലേക്ക് ചെല്ലും. ഇത് പറഞ്ഞിട്ടാണ് ഓം നമോ നാരായണായ ഈ നാരായണ മന്ത്രം മാധവാചാര്യൻ രാമാനുജാചാര്യനെ ഉപദേശിച്ചു. ഉപദേശിച്ച ഉടനെ തന്നെ രാമാനുജൻ ഒന്നും പറയണത് കേട്ടില്ല. തിരുക്കോഷ്ടിയൂർ അമ്പലത്തിന്റെ മുകളിലേക്ക് കയറി, ഗോപുരത്തിന്റെ മേളിൽ കയറി ചെന്നിട്ട് 18 ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം വിളിച്ചിട്ട് സ്വർഗത്തിൽ പോകേണ്ട ആൾക്കാരെ ഓടി വരൂ എന്ന് പറഞ്ഞ് നാരായണ മന്ത്രം പഠിപ്പിച്ചു കൊടുത്തു. താഴെ നിന്ന് മാധവാചാര്യൻ തലയിൽ കൈവച്ച് ശപിച്ചു. നമ്മൾ പറയണ പോലെ തലയിൽ കൈവച്ച് ശപിച്ചു, നീ നരകത്തിലേ പോകുള്ളൂ. അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് രാമാനുജാചാര്യൻ പറഞ്ഞു, ഞാൻ ഒരാൾ നരകത്തിൽ പോയാൽ 18 ഗ്രാമത്തിലെ ആൾക്കാർ സ്വർഗത്ത് പോകുന്നു, അതല്ലേ വലുത്. അന്ന് രാമാനുജാചാര്യന്റെ ശിഷ്യനായി മാധവാചാര്യൻ തീർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാനെന്ന ഭാവം അവിടെ നഷ്ടപ്പെട്ടു. രാമാനുജാചാര്യന് നാരായണ മന്ത്രം പറഞ്ഞു കൊടുക്കുന്നതിന്റെ ആ സുഖം, 18 ഗ്രാമത്തിലെ ആൾക്കാർ സ്വർഗാരോഹണത്തിന് പ്രാപ്തി ലഭിക്കുന്നു, ഞാൻ നരകത്തിൽ പോയാൽ എന്താ? അകത്ത് ദൈവമുണ്ടെങ്കിൽ നല്ലത്, നരനകത്തുണ്ടെങ്കിൽ അകം അല്ലെ നരകം. നമ്മൾ മനുഷ്യരായിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, നരകമാണ് ജീവിതം അല്ലെ. അകം നരൻ്റേതാണെങ്കിൽ പിന്നെ ദുഃഖം മാത്രമാണ് കാര്യം. അസുരനൊന്നും ആവണ്ട, നരനായാൽ മതി, നമുക്ക് നരകം അവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന മഹത്തരമായ അറിവ്. വേറൊന്നും വേണ്ട. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയണം, നീ എൻ്റെ പേര് പോലും പറയണ്ട, ഓം എന്ന് മാത്രം നീ പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറയാം. എന്നിട്ട് അതിലും പറയുന്നുണ്ട്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? അവനവനെ തന്നെ അറിയണം. ഉദ്ധരേതാത്മനാത്മാനം നത്മാനം അവസാധേതാത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനഃ. നീ നന്നായി എന്നുണ്ടെങ്കിൽ നീയാണ് കാരണം, നീ നശിച്ചാൽ അതിനും നീയാണ് കാരണം. എന്തെന്നാൽ നീയാണ് നിന്റെ ഏറ്റവും നല്ല മിത്രം, നീയാണ് ഏറ്റവും വലിയ ശത്രു. നിന്നെ നശിപ്പിക്കാനുള്ള കഴിവ് നിന്നിൽ തന്നെ തന്നിട്ടുണ്ട്, നിന്നെ ഉദ്ധരിക്കാനുള്ള കഴിവ് നിനക്ക് തന്നിട്ടുണ്ട്. ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു വലിയൊരു കാര്യം. നമുക്ക് അറിയേണ്ട ഒരു മഹത്തരമായ ഒരു കാര്യം ഇത് മാത്രമാണ്.
എന്നിട്ട് മോക്ഷസന്യാസ യോഗം എത്തുമ്പോഴോ രാമായണം അല്ല. എന്നാലും ഇത് പറയേണ്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിലൂടെ കിട്ടുന്ന അറിവ് എങ്ങനെ നമ്മൾ ലൈഫിൽ പ്രായോഗികമാക്കാം എന്നുള്ളതാണ്. മോക്ഷസന്യാസ യോഗത്തിനകത്ത് സർവധർമാൻ പരിത്യജ്യാമാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷിഷ്യാമി മാ ശുച. നീ വിഷമിക്കണ്ട, നിന്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുക്കും, നീ എല്ലാ ധർമ്മങ്ങളും വിട്ടുവരിക. കർമ്മങ്ങളല്ല, ധർമ്മങ്ങളെല്ലാം വിട്ടുവരിക. നിനക്ക് ധർമ്മചിന്തയൊന്നും നിനക്ക് ആവശ്യമില്ല. ശരി തെറ്റ് ഒന്നും നീ നോക്കാതെ എന്നെ മാത്രം ചിന്തിക്കാൻ. അനന്യാ ചിന്തയന്തോ മാം യേ ജനാം പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞ ആ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം സർവപാപേഭ്യോ മോക്ഷിഷ്യാമി മാ ശുച. ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് രാമായണം തന്നിട്ടുണ്ട്, അതിന് മഹാഭാരതം തന്നിട്ടുണ്ട്, അതിന് ഭഗവത്ഗീത തന്നിട്ടുണ്ട്, നമുക്ക് വേദ ഉപനിഷത്തുകളെല്ലാം തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി അറിവ് നേടണം എന്നുള്ളതിലും ഉപരി ഭഗവത്ഗീതയിൽ പറയുന്നു ഇതൊന്നും വേണ്ട, നീ ഓം എന്ന് പറഞ്ഞ് മാത്രം എന്നിലേക്ക് നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. പേര് പോലും പറയണ്ട. അതിനേക്കാളും വലുതായിട്ട് എന്താണ് ഇനി ഭഗവാന് പറയാൻ പറ്റുക? നമ്മുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാം. നാരായണ 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 അല്ലേ? ഇതാണ് നമ്മുടെ സ്വഭാവം. വേണ്ട, ഓം എന്ന് മാത്രം പറഞ്ഞ് എന്നെ ചിന്തിക്കാൻ പറ്റുമോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അവിടെ അകത്ത് നരനെ വെച്ചുകൊണ്ട് നമ്മൾ നരകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ദേവനെ പ്രതിഷ്ഠിക്കുക. ആ ദേവനെ പ്രതിഷ്ഠിക്കുന്നത് എങ്ങനെയാണ്? ആ ദേവനെ അറിയുന്നതിലൂടെയാണ്. രാമ അയനം, രാമന്റെ ജീവിതം രാമ അയനം, എൻ്റെ കണ്ണിലുള്ള ഇരുട്ട് നീക്കം ചെയ്തു തരൂ എന്ന് പറയുന്നതും അതേ രാമായണം തന്നെയാണ്. ഈ രാമായണത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് നമ്മളെ മനസ്സിലാക്കി നല്ല മകനെയും നല്ല ഭാര്യയെയും നല്ല സഹോദരനെയും നല്ല മിത്രത്തിനെയും എല്ലാം കണ്ടറിയുന്നത്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല. രാമനെ ആഗ്രഹിച്ച ശൂർപ്പണഖ രാവണനോട് ചെന്ന് പറഞ്ഞത് കാട്ടിൽ അതീവ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടു, ചേട്ടന് വേണ്ടി ഞാൻ ആലോചിച്ചതാണ്. നമ്മളിപ്പോ ചെയ്യുന്ന അതേ പരിപാടി. നമുക്കുള്ളിലുള്ള ശൂർപ്പണഖ എണീറ്റ് വരുമ്പോൾ നമുക്ക് അപ്പം അറിയാം, ഓ ഇത് അത് തന്നെ സാധനം, മാറ്റി പറയില്ല അല്ലേ? ഇതാണ് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നത് അല്ലേ? ഇപ്പൊ രാമായണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ രാമായണം ശരിക്കും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് എപ്പോഴാണ് രാവണൻ എണീറ്റ് വരുന്നത്, എപ്പോഴാണ് ശൂർപ്പണഖ എണീറ്റ് വരുന്നത്, എപ്പോഴാണ് കുംഭകർണൻ എണീക്കുന്നത്, എപ്പോഴാണ് വിഭീഷണൻ എണീക്കുന്നത് അറിയാം. നമുക്കുള്ളിൽ രാമനുണ്ടോ, നല്ലൊരു മകനുണ്ടോ, നമുക്കുള്ളിൽ ദശരഥനുണ്ടോ, നമുക്കുള്ളിൽ കൗസല്യയോ കൈകേയിയോ, അതോ മന്ദരയാണോ, നമ്മൾ ആരോട് എന്ത് ചെന്ന് പറയുന്നു എന്നെല്ലാം നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഒരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു കണ്ണാടിയാണ് തന്നിരിക്കുന്നത്. അതിൽ നോക്കുക, നിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക, കണ്ണിലെ ഇരുട്ട് നീക്കം ചെയ്യുക. ആ നീക്കം ചെയ്യുന്ന ഇരുട്ടിലൂടെ നിങ്ങൾ വെളിച്ചത്തിലേക്ക് എത്തും, ആത്മീയതയിലേക്ക് എത്തും, ആത്മനിലേക്ക് എത്തും, നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളോട് പറയും ഉദ്ധരേതാത്മനാത്മാനം നത്മാനം അവസാദയേതാത്മൈവ ഹി ആത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ എന്ന മഹാഭാരതം, അതിലടങ്ങുന്ന ഭഗവത്ഗീത, ആ 18 ചാപ്റ്ററിനകത്ത് ഒരു വരി പറയുന്ന ആ വാക്യം മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ വിജയവും പരാജയവും മനസ്സിലാക്കാൻ. വേറെ ഒന്നും ആവശ്യമില്ല. ഇതാണ് നമുക്ക് തരുന്ന സന്ദേശം. ഇങ്ങനെയാണ് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ നമ്മുടെ ഗുരുവര്യന്മാർ വഴിയൊരുക്കിയത്. രത്നാകരൻ തെറ്റ് ചെയ്തിരുന്ന കാലം തൻ്റെ തെറ്റുകൾ ഭാര്യയും കുട്ടികളും എല്ലാം ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചു. ഭാര്യയും കുട്ടികളും പറഞ്ഞു ഇല്ല. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ആരും നിങ്ങളുടെ പാപത്തിന്റെ പങ്ക് വാങ്ങിക്കാൻ വരില്ല. അവിടെ വാൽമീകിയെ ധ്യാനിച്ചാൽ മാത്രം മതി. വേദവ്യാസമൊന്നും ആവണ്ട, വാൽമീകി എന്ന രത്നാകരൻ എന്ന കള്ളൻ വാൽമീകിയായി മാറിയ ആ ഒരു ഇത് ആത്മജ്ഞാനത്തിലൂടെയാണ്. എൻ്റെ തെറ്റുകൾക്ക് ഞാൻ തന്നെയാണ് പരിഹാരം തേടേണ്ടതെന്ന് പറഞ്ഞ് മരത്തിനടിയിൽ മര 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 എന്ന് പറഞ്ഞ് രാമ 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 എന്ന് പറഞ്ഞ് അറിവ് നേടിയ ആ വാൽമീകി എഴുതിയ രാമായണത്തിലൂടെ നമുക്ക് ജീവിതം പാഠമാക്കാം. നമ്മൾ അറിയേണ്ടതെല്ലാം അറിയാം. എന്ത് ഭംഗിയായിട്ടാണ് ദുഃഖത്തിനെ ചിത്രീകരിച്ച് ഇത്രയും കാലം നമ്മളിൽ നിന്നും മറച്ചു വെച്ചല്ലേ? പറഞ്ഞില്ലല്ലോ, ദുഃഖമായിരുന്നു ഇതിനകത്ത്. പക്ഷെ എല്ലാ രീതിയിലുള്ള വിരഹവും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നമുക്കൊരു ഉപദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ അക്ഷരാർത്ഥം ഭാവാർത്ഥം എന്നെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ
ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കാം, കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ പറയാൻ ശ്രമിക്കാം. രാമായണം പറഞ്ഞില്ലെങ്കിലും ഈ അടിപൊളി, ഭയങ്കരം, ചെത്ത്, മാസ, മരണമാസ, കൊലമാസ, പണ്ടാറടങ്ങ ഇതെല്ലാം ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ നാട് നന്നാവില്ലേ? ഈ മോശം വാക്കുകൾ പ്രയോഗിക്കുന്നത് വരെ നല്ലത്, ഗംഭീരം, ഉജ്ജ്വലം എന്നൊക്കെ എത്ര നല്ല വാക്കുകളുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാനെങ്കിലും തുടങ്ങാം. രാമായണം ഇരിക്കട്ടെ, രാമായണത്തിന്റെ സത്ത് ഇന്നിവിടെ ഉള്ളവരിൽ ആർക്കൊക്കെയാണോ കിട്ടിയിട്ടുള്ളത് അവരുടെ എല്ലാം ജീവിതം മാറി. നല്ലതാണ്. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? ചുറ്റുമുള്ള ഈ അഴുക്കിനെയും ഈ മോശമായ വാക്കുകളെയും മാറ്റിയെങ്കിലും വയ്ക്കാതെ, നന്മയ്ക്കുള്ള വഴിയെങ്കിലും ഒരുക്കാതെ. ഇനിയെങ്കിലും ഭയങ്കര രസം എന്ന് പറയരുത്. ഭയം അങ്കുരിപ്പിക്കുന്നതാണ് ഭയങ്കരം. നമ്മളിൽ പേടി ഉളവാക്കുന്നത്. അവളെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ശരിയാ, കണ്ടാൽ പേടിയാവുന്നു. അത് മേക്കപ്പിന് മുന്നെയാണോ മേക്കപ്പ് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ ഭയങ്കരം എന്നുള്ളത്. അപ്പോൾ ഈ ഭയങ്കരം എന്നുള്ള വാക്ക്, അങ്ങനെയുള്ള മോശമായ വാക്കുകളെല്ലാം ത്യജിച്ചിട്ട് നല്ല വാക്കുകൾ പ്രയോഗിക്കാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, വിളക്ക് കൊളുത്തിയില്ല എന്നുണ്ടെങ്കിലും സാരമില്ല, വെളിച്ചം നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവന്ന് വൈകുന്നേരം ഒരു 5 മിനിറ്റെങ്കിലും രാമ 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 രാമ, അത് മാത്രം മതി. അത് മാത്രം മതി. ഇനി അതും സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ മതി, ഒരു സ്വരം അത് മതി. ഓം. ഓം ഒരു മന്ത്രമായിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കും. രാമ രാമ എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത് തന്നെ നിങ്ങളുടെ നേരെ നല്ല ജീവിതത്തിലുള്ള വഴികൾ തുറന്നു തരും എന്ന് തീർച്ചയാണ്. ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ അതീവമായ സന്തോഷം. കർക്കിടക മാസത്ത് നിങ്ങളെ കണ്ട് രാമായണത്തിനെ കുറിച്ച് പറയാൻ സാധിച്ചു. ഇത്രയും നേരം രാമായണത്തിനെ കുറിച്ചും നമ്മുടെ ഭാരതീയമായ സംസ്കൃതിയെക്കുറിച്ച് പറയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിലും സന്തോഷം രാവിലെ എൻ്റെ കുടുംബം പൂജിച്ച പേച്ചിയമ്മൻ ക്ഷേത്രത്തിലും എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രത്തിലും തൊഴുത്, അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് തൃപ്രയാറപ്പനെ തൊഴുത്, അവിടെ നിന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഗുരുവായൂരപ്പനെയും തൊഴുത്, ഇവിടെ സമാധാനത്തോട് വന്നെത്തി നിങ്ങളെല്ലാവരെയും കണ്ട് നിങ്ങൾക്ക് നല്ല വഴിക്കുള്ള 4 വാക്ക് പറയാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ചിത്തം, ആ ഗുരുവായൂരപ്പൻ്റെ ചിത്തം. കാരണം ഭഗവാൻ പറയാതെ എനിക്കിവിടെ വരാനോ നിങ്ങളോട് സംസാരിക്കാനോ എനിക്ക് സാധിക്കില്ല എന്ന ആ ഭക്തി എന്ന ആ ഒരു ചെറിയ വാക്ക്, അത് വെളിച്ചം പകരുന്നതായിരിക്കാം. എല്ലാവരും പറയും ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളാന്ന് പറയും, അല്ലേ? അങ്ങനെയാണോ? അക്ഷരാർത്ഥം ഒന്നുകൂടെ ചിന്തിച്ചു നോക്കൂ. ഭ എന്ന് വെച്ചാൽ വെളിച്ചം, രാ എന്ന് വെച്ചാൽ ഇരുട്ട്, യാ എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവൾ. ഇരുട്ടിലും വെളിച്ചത്തിലും ആരാണോ കൂടെ നിൽക്കുന്നവൾ അവൾ ഭാര്യ. നല്ല സമയം കഴിഞ്ഞിട്ട് ചീത്ത സമയം വരുമ്പോൾ പെട്ടിയും പാക്ക് ചെയ്ത് വീട്ടിൽ പോകുന്നത് ഭാര്യയല്ല, അല്ലേ? അപ്പോ അത് സീതയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ത്യാഗം സഹിക്കാൻ ഊർമിള പഠിപ്പിച്ചു തരുന്നത്. മക്കളെ സ്നേഹിക്കാൻ മന്ധരയെ കാണുന്നതിന് മുന്നേ കൈകേയി പറഞ്ഞു തരുന്നു. മന്ധരയെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളായി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരുന്നു. പുത്രനെ സ്നേഹിക്കുന്ന എത്രത്തോളം വേദനയാണെന്നുള്ളത് ദശരഥൻ പറഞ്ഞു തരുന്നു. അങ്ങനെ നമുക്ക് തരുന്ന ഈ സന്ദേശങ്ങളെല്ലാം ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ എന്ന് ആ ഗുരുവായൂരപ്പനോടും ഈ ഭഗവതിയോടും പ്രാർത്ഥിച്ചുകൊള്ളും. എല്ലാവരും ഭദ്രകാളി എന്ന് പറഞ്ഞാൽ പേടിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ഭംഗിയായിട്ട് ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരിക്കുള്ള ഒരു ദൈവമുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു ദൈവ ചൈതന്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭദ്രകാളി മാത്രമാണ്. ഭദ്ര എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നവൾ. ആ കാളി ധരിച്ചിരിക്കുന്ന തലയോട്ടികളാണ് ചിന്തയെ സൂചിപ്പിക്കുന്നു. ബ്രെയിൻ ഉള്ളത് സ്കള്ളിനകത്താണ്. ആ സ്കള്ളാണ് മാലയിട്ടിരിക്കുന്നത്. അങ്കുലിമാല എഴുത്തും ശില്പവും എല്ലാം വിരലുകൾ കൊണ്ടാണ്. നൃത്തവും ബാക്കിയുള്ള കലകളും കൈകൾ വേണം. ആ കൈയാണ് അരയിൽ ധരിച്ചിരിക്കുന്നത്. ഒരു കലാകാരനെ അനുഗ്രഹിക്കാൻ എല്ലാ രീതിയിലും എൻ്റെ അമ്മ അവിടെയുണ്ട്. എന്നെ ഇവിടെ വരാൻ സഹായിച്ച ഗുരുവായൂരപ്പൻ അവിടെയുണ്ട്. എന്നെ ഇവിടെ വിളിച്ച മഹത് വ്യക്തികൾ എവിടെയുണ്ട്. ഇന്ന് കേൾക്കാൻ വന്ന നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ മനസ്സിൻ്റെ അടുത്തത്തിൽ നിന്നും ഇന്ന് അമ്മയോടും ഗുരുവായൂരപ്പനോടും പറയുന്നത്. ഈ വാക്കുകളിലൂടെ ഒരു ചെറിയ ശ്ലോകം അതുകൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കാം. യോഗീന്ദ്രാണാം ത്വദംഗേശധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവശദ്യുതരുപി സലയം നാഥാ
നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. സർവം കൃഷ്ണ. ഹരേ കൃഷ്ണ.